ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇതെടുത്ത് നിങ്ങളൊക്കെ അല്ലാൻ വരുമെന്നല്ല കേട്ടോ. വീഡിയോ വന്നിരിക്കുന്നത് എന്താ ഇപ്പോൾ ഇത് ഓടിപ്പോയതുകൊണ്ടൊക്കെ വന്നിരിക്കണേ. അപ്പോൾ സംഭവത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അന്നത്തത് നമുക്ക് പൂരിയാണ് കേട്ടോ. അപ്പം പൂരിക്കുള്ള സംഭവങ്ങൾ തന്നെ കറിയൊക്കെ അവിടെ സെറ്റായിട്ടില്ല. മസാലക്കറിയാണ്. അപ്പോൾ അതിവിടെ നമ്മൾ കിഴങ്ങ് കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ അതിലെ ഉള്ളിയൊക്കെ ഞാൻ ഓൾറെഡി ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഇങ്ങനെ പരത്തിയെടുക്കും. ആ ഒരു ടാസ്കിലാണ് കേട്ടോ നമ്മളുള്ളത്. അപ്പോൾ അങ്ങനെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാക്കാൻ കേട്ടോ. പൂരി അതുപോലെ സബ്ജി, അതായത് കിഴങ്ങ് കറി, അതാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്പെഷ്യലൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ പോവാണ്. മറ്റേത് നമ്മളെ ആദ്യമൊക്കെ കേട്ടോ ഷാനൊക്കെ വരുന്നതിൻ്റെ മുൻപ് വെള്ളിയാഴ്ച നമുക്കൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കേട്ടോ. അപ്പം അതെന്താ സംഭവം ചോദിച്ചാൽ, അന്നാണ് മാർക്കറ്റിൽ പോവുക, അതായത് അങ്ങാടിക്ക് പോവുക കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് എന്നൊന്ന് പറയാം അധികോ പൂളക്കൂട്ടുണ്ടാവും കേട്ടോ, പുളിയല്. പിന്നെ വൈകുന്നേരം ഇപ്പോൾ വരുമ്പോൾ അങ്ങാടിയിൽ നിന്ന് മീൻ കൊണ്ടുവരും. മീൻ കൊണ്ടുവന്ന് തന്നെ നമ്മൾ ശരിയാക്കിയിട്ടുള്ള മീനായിട്ട് കൊണ്ടുവരാം. അതിന് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ നമുക്ക് 10-11 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം പുളിയായിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ ബീഫ് ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ നല്ല അധികം ഉണ്ടാവില്ലുണ്ട്. പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പള്ളി കഴിഞ്ഞ് നേരെ പോവും പെരിന്തൽമണ്ണ മാർക്കറ്റിൽ പോകും. അവിടുന്ന് നമുക്ക് ഇല്ല വേണ്ട രാജ്യക്കൾക്ക് വേണ്ട പച്ചക്കറി കൊണ്ടുപോകും. പിന്നെ അത് ഉണക്കമീനും പച്ചമീനും കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഇപ്പോൾ വെള്ളിയാഴ്ച ഉണ്ട് കൊണ്ടുവരിക. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ കേട്ടോ. പിന്നെ നമ്മളത് ഞായറാഴ്ചത്തേക്ക് മാറ്റി കേട്ടോ, നല്ല റൊട്ടീനൊക്കെ മാറ്റി. പിന്നെ എപ്പോൾ അങ്ങാടിക്ക് പോകാൻ നിർത്തിയപ്പോൾ പിന്നെ വെള്ളിയാഴ്ച ഉള്ളത് ഞായറാഴ്ച ആയി. ഞായറാഴ്ച സംഭവം എന്ന് വെച്ചാൽ അങ്ങാടിക്ക് ആരും പോകുന്നില്ല. പക്ഷെ നമ്മളെ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച എന്തായാലും നമുക്ക് ഒരു ബിരിയാണി മസ്റ്റാണ്. ആഴ്ചയിൽ ഒരു ദിവസം. കുറേ ആയിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അതൊക്കെ മാറി. അപ്പം നമുക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ എപ്പോഴേലൊക്കെ വെക്കും, അല്ലാതെ എപ്പോഴൊന്നും വെക്കൂല കേട്ടോ. മറ്റേ നമുക്ക് ആഴ്ചക്ക് കാക്കൂനും സായിക്കിനൊക്കെ അത് നിർബന്ധമായിരുന്നു. ഇപ്പം ആ നിർബന്ധമൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ. അത് സംഭവം ഇങ്ങനെ വിട്ടുവച്ചാൽ ഇല്ലേ അറിയില്ല. അപ്പം ആർക്കും വലിയൊരു ഇല്ല. അപ്പം പിന്നെ അടുപ്പിച്ച് ബിരിയാണി അങ്ങനെ സംഭവങ്ങളൊക്കെ തന്നെ ഓരോ പരിപാടികളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവല്ലേ, അതാവും കേട്ടോ. കാക്കൂന് ചങ്കുവേദന അറിഞ്ഞത് എളുപ്പം ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. ചായ ആക്കിയിട്ട് വിളിക്കാൻ പറയാം. ചായ ആയിക്കണോ? ഇപ്പം ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം അടിപൊളി ഒന്ന് കടന്നിട്ട് ഞാൻ പൂരി പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പൂരിയാണ് ഈ കിടക്കുന്നത്. നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. അത് നമ്മൾ പൊടിയൊന്നും തട്ടാതെ കേട്ടോ പരത്തെടുക്കണം. പിന്നെ പ്രസ്സിലും അല്ല കേട്ടോ. പ്രസ്സിലാണെങ്കിൽ പിന്നെ പക്ക റൗണ്ടിൽ കിട്ടും. നമ്മളിങ്ങനെ പരത്തി ഇതുമ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കും. പൊടിയൊന്നും ചേർക്കാതെ പരത്തണോണ്ട് പല ഷേപ്പ്. അപ്പം എന്തായാലും ഞാൻ ഈ പണിയൊക്കെ ചെയ്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെതാ നമ്മുടെ സബ്ജി ഇവിടെ ആയിട്ടോ. ഇതുമായി ഇതൊക്കെ ഇവിടെ സെറ്റ്. ഇത് ദോശയാണ് കേട്ടോ. ദോശ താഴെന്ന് കൊടുന്നാണ് കേട്ടോ. അവിടെ നിന്ന് ദോശയാണ്. അപ്പം ഇങ്ങോട്ട് കൊടുന്നു. നമുക്കിന്ന് പൂരിയാണ്. പിന്നെ ഇതാ അടുത്ത പണി ഓലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓലൊക്കെ വരുന്നതിൻ്റെ മുന്നേ, ചായ എടുക്കാൻ വരുന്നതിൻ്റെ മുന്നേ എനിക്കുള്ളൊരു പണിയാണ് കേട്ടോ. മുറ്റം കിടക്കണ കോലം കണ്ടൊക്കെ
ഇതൊന്ന് പെട്ടെന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിയണത് വൃത്തിയാക്കട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ മുറ്റൊക്കെ അടിച്ചു വാരിട്ടോ. ഇവിടെയും അതുപോലെ ആ ഭാഗവും കേട്ടോ. നമുക്ക് ഇതാ ഇങ്ങനെ റബ്ബർ ആവുകൊണ്ട് കേട്ടോ ഇത്രയും ചമ്മലുകൾ ഉണ്ടാണത്. അല്ലെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. താഴത്തും ഉണ്ടാവും കേട്ടോ. അതേപോലെ മഴയാകുമ്പോൾ പിന്നെ നമുക്ക് അടിച്ചു വാരിയാലും കിട്ടൂല. ആകെ ഇടങ്ങേറാവും കേട്ടോ. പിന്നെ ഞാൻ ചായ എടുക്കാനുള്ളത് ഒരുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേട്ടോ ഞങ്ങൾ ചായ അടിച്ചാൽ നേരത്തെ ഇതാ കാക്കുകയും മീനേയും കൊണ്ട് വന്നിക്കാണ് കേട്ടോ. എല്ലാവർക്കും അപ്പം പൊട്ടിച്ചു കൊടുക്കും കേട്ടോ. അവിടെ 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 ഒരു വീഡിയോ ഒക്കെ നോക്കണേ. ഭയങ്കര പോസിങ് എന്നാ നിങ്ങൾക്ക് ഇതാപ്പോ ഇതാ ഓന്റെ താത്താക്കന്നുള്ളൂ കേട്ടോ. ഞമ്മലോ ഞമ്മലോ ഇപ്പൊ ഞങ്ങൾ ചായ എടുക്കട്ടെ കേട്ടോ. മസ്തിയുടെ കുറച്ചുകൊണ്ട് കൊണ്ടേ കൊടുക്കുമ്പോൾ ചായ അടിച്ചിട്ടില്ല അറിയില്ല. കിട്ടിയില്ലോ മിനിറ്റ് ചായ അടിച്ചാ അതെ ആരുണ്ടോ അടിച്ചതിനോട് ഞങ്ങൾക്ക് അറിയട്ടോ. അപ്പൊ ഞങ്ങൾ ചായ അടിച്ചിട്ടോ. അങ്ങനെ നമ്മളിതാ സ്കൂളിലെത്തിട്ടോ. സ്കൂളിലെത്തിയാൽ ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. മിന്നു കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. കാരണം അവള് സാദിക്കിന്റെ കൂടെയാണ് പോകുന്നത്. ഞാനിപ്പോ കാക്കുവിന്റെ കൂടെയാണ് പോകുന്നത്. ഇതാ എന്റെ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഉണ്ട് കേട്ടോ. എല്ലാരും പകുതിയും മുക്കാലും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ. ഇതാ ഇന്നത്തെ ലഞ്ചിന് നമുക്ക് സാമ്പാറുണ്ട്, പുളക്കൂട്ടാനുണ്ട് കേട്ടോ. പിന്നെ മോരും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇതാ അങ്ങനെ ഞങ്ങളേ ഡബിളുണ്ട് കേട്ടോ. സ്കൂള് വിട്ട് പോരുവാണ്. ഇവിടെ റോഡിലൊക്കെ ഫുള്ള് ചളി പിടി ആയിട്ടാണ് കേട്ടോ. അപ്പം ശ്രദ്ധിച്ച് നടക്കണം. അപ്പം വീഡിയോ എടുക്കാതെ നടക്കൂല. അപ്പോൾ ഓക്കെ, വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പം അങ്ങനെ അതാ നമ്മൾ സ്കൂൾ വിട്ടെത്തി. നമ്മുടെ ഡ്രസ്സൊക്കെ മാറിയിട്ടോ. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള പണികളുണ്ട്. എന്താണെന്നല്ല നമ്മളെ കുളി അങ്ങനെ അരക്കല് അങ്ങനെ ഫ്രഷ് ആവില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെൻഡിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ.